ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ ഇന്ന് കാറിൽ എങ്ങോട്ടാ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ലനമോൾക്ക് ചെറിയ 1-2 ഡോസ് എടുക്കാൻ പോകണം. ഭയങ്കര കുരുത്തക്കേട് ഗെയ്സ്, 2-3 ദിവസമായിട്ട് ഭയങ്കര കുരുത്തക്കേട്. അങ്ങനെ 2-3 ചെറിയ ഡോസ് എടുക്കാൻ പോവാണ് ലനമോളെ. അത് പറഞ്ഞപ്പോൾ തല കൊണ്ടാണ്ട് തിരിച്ചു. അപ്പോൾ ഇന്ന് എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കരയണ്ട നമ്മളിന്ന് പോണത് എങ്ങോട്ടാ ചക്കരെ? അതെ, നമ്മളിന്ന് ലനമോൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ വാക്സിന് എത്രാമത്തെ വാക്സിൻ ആണ് നമ്മൾ എടുക്കുന്നത്? 3ാമത്തെ വാക്സിൻ അല്ലേ? നമ്മൾ 3ാമത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. 3ാമത്തെ വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാക്സിൻ എടുത്തത്, പിന്നെ അത് കുറച്ച് ആ സമയത്ത് കുട്ടിക്ക് ജലദോഷം പനിയൊക്കെ ആയിട്ട് നമ്മൾ സമയം തെറ്റിയിട്ടായിരുന്നു വാക്സിൻ എടുത്തിട്ടുണ്ടായി അല്ലേ. ഇതിപ്പോ കുട്ടിക്ക് 5ാം മാസം ആവാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 3ാമത്തെ വാക്സിൻ എടുക്കണേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ വാക്സിൻ എടുക്കാൻ തന്നെ ലേറ്റായി. അത് ലേറ്റായപ്പോ 2ാമത്തെ ലേറ്റായി. അപ്പോഴിതേ വീണ്ടും ഈ സമയത്ത്, അതായത് 3ാമത്തെ വാക്സിൻ ലേറ്റായി. ആദ്യത്തെ കറക്റ്റ് എടുത്തു. 2ാമത്തേലാണ് ജലദോഷമോ പനിയോ വന്നിട്ട് അത് ലേറ്റായി. ശരിയാണ്. അപ്പൊ ഒന്ന് ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ശരിയാണ്, 3ന്റെ സമയത്ത് എടുത്തു. അപ്പൊ അത് തെറ്റിയപ്പോ പിന്നെ കാലക്രമേണ ഇങ്ങനെ വീണ്ടും മുന്നിലേക്ക് വരുന്നതും തെറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഏതായാലും നമ്മൾ 3ാമത്തെ എടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ 3ാമത്തത് 3 ഇഞ്ചക്ഷൻ അല്ലേ? 3 വാക്സിൻ ഉണ്ട്. 1ാമത്തത് 3 വാക്സിൻ അല്ലേ? 2ാമത്തത് 1 വാക്സിന്. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തത് അത് നമ്മൾ അംഗൻവാടി കൊടുത്തത് പോളിയോ ഉണ്ട് അതല്ലേ? അവര് കൊടുത്തത്. ഓക്കെ. അപ്പൊ ഇന്ന് മൊത്തം 3 ഇഞ്ചക്ഷൻ ഉണ്ടല്ലേ? പടച്ച റബ്ബിന് എന്താവോ കഥ, ഒരു ഐഡിയ ഇല്ല ഗൈസ്. അല്ലെങ്കിലോ രാത്രികൾക്ക് ഉറക്കമില്ല. അപ്പൊ ഇതും കൂടി ആകുമ്പോ അടിപൊളിയാവും. ഏതായാലും നമുക്ക് പോയി നോക്കാം എന്നാല്. ഓക്കെ, ഏതായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് പോകുമല്ലോ എന്നാലേ നമ്മളെ, നമുക്ക് പോയി ഇഞ്ചക്ഷൻ എടുത്ത് തന്നാലോ? പോയിട്ട് വന്നാലോ? ഇപ്പൊ പകലൊക്കെ കുറച്ചു മുന്നൊക്കെ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങോട്ടോ എന്നെ കൊണ്ട് പോവാണ് ഇവരെല്ലാരും കൂടി ചേർന്നിട്ട്. കാറിൽ കയറിയപ്പോ കുട്ടിക്ക് മനസ്സിലായി പോണു. എന്നാലേ നമുക്ക് പോയി വരാം ചക്കരെ. ഗൈസ്, നമുക്ക് എന്നാലേ പോയി വരാം. നമുക്ക് അങ്ങനെ വെളുത്തിരിക്കണം. ആ ക്യാമറേൻ്റെതാ. ഓക്കെ നമുക്ക് പോയി. അങ്ങനെ നമ്മള് കുടുംബാരോഗ്യ കേന്ദ്രം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വീടിനടുത്തുള്ള കുമ്മളുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മൾ എടുക്കുന്നത്. എന്നാ ഇറങ്ങിക്കോ. അവൾ ഇറങ്ങിയമ്മ? ആ, അവൾ ഇറങ്ങി. എപ്പോൾ ഉണരുകയും ചെയ്യും. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ എന്താ അവസ്ഥ റബ്ബേ. എന്നാ ഇറങ്ങിക്കോളെ. തിരക്കില്ല ഓണം, എന്താ അറിയില്ല. ഓക്കെ ഇറങ്ങിയോ? എന്നാ വരി. അങ്ങനെ ഇഞ്ചക്ഷൻ റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ അതിന് ഡോക്ടറെ കാണിച്ചില്ലേ അമ്മ? ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല, എടുക്കാമെന്ന് പറഞ്ഞു. വേറെ ജലദോഷ പ്രശ്നങ്ങളൊന്നുമില്ല, എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ വാക്സിൻ എടുക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പൊ കരച്ചിൽ തുടങ്ങും. കരയാനുള്ള സാധനം എടുക്കണേ ഉള്ളൂ. 3ാമത്തെ കണ്ണാടിയിൽ നോക്കിയാണ് കേട്ടോ. കണ്ണാടിയിൽ കൂടെ അതിപ്പോ അവളെ കാണാൻ പറ്റും. അപ്പോൾ മോൾക്ക് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ 3 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും ഈ കരയണ കാണുമ്പോഴേ നമുക്ക് എന്താണെന്നറിയില്ല, അതെപ്പോഴും അങ്ങനെ തന്നെ. ഈ കഴിഞ്ഞ 2 തവണ അങ്ങനെ തന്നെയായിരുന്നു. ഇനി അത് നല്ല ഇനി വയ്യാതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഇടുമ്പോൾ
നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. നമ്മള് അപ്പന്മാരെയും അമ്മമാരെയും സംബന്ധിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മളപ്പന്മാരും അമ്മമാരും നോക്കിയത്. അതിപ്പം നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ പറഞ്ഞു കയറുന്നില്ല. കുട്ടിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിൽ. കാരണം കരയാതിരിക്കില്ലല്ലോ, എന്തായാലും സൂചിയല്ലേ കുത്തിവെക്കണം. അത് 3 എണ്ണമാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ എന്താണ്, ഒരെണ്ണം നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. ലാസ്റ്റ് എടുത്തത്, അതായത് ഇടത്തെ കാൽമ എടുത്തത് നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ പനിയും ജലദോഷം ഉണ്ടാവും, അതിനുള്ള സിറപ്പും മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അത് ചെന്നുടനെ കൊടുക്കാൻ പറഞ്ഞ് പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണത്. ചക്കരയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താണ് തീരെ പറ്റണില്ല. ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും നമ്മൾ കാണുന്ന ആൾക്കാർക്കും പിന്നെ അവരെ കുട്ടികൾക്കും ഇങ്ങനെ വാക്സിൻ എടുക്കുമ്പോഴും വയ്യാതെയൊക്കെ ആകുമ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാലൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്കറിയാതെ. അപ്പോൾ അവനാന് വരുമ്പോൾ അവനാനത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും ഇനി 9 മാസം കഴിഞ്ഞ് 10-ാം മാസം തുടങ്ങുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ നമ്മളെ കഴിഞ്ഞ വാക്സിൻ എടുക്കുന്ന വീഡിയോയിലേക്കും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് വേദനിപ്പിക്കണത്, എൻ്റെ കുട്ടിക്ക് എടുത്തിട്ടില്ല എന്നൊക്കെ കുറച്ച് ആൾക്കാർ കമൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പിന്നെ എന്തെങ്കിലും ഒന്നും വരാതിരിക്കട്ടെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞതിന് മുന്നേ ഉള്ള ഒരു പ്രിക്കോഷൻ, ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണമെന്നേ ഉള്ളൂ. ആ സമയം അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കൊരു തോന്നൽ വരാൻ പാടില്ല. എന്താണ് അത് നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ് നമുക്കിത് വന്നത് എന്നൊരു തോന്നൽ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നും ആർക്കും വരാതിരിക്കട്ടെ, ഒരു അസുഖങ്ങളും വരാതിരിക്കട്ടെ. വരുന്നതിന് മുന്നേയുള്ള മുൻകരുതൽ തന്നെയാണ് നമ്മളെല്ലാവരും എടുക്കുന്നതും. ഓക്കെ, അപ്പോൾ ഏതായാലും ചക്കര ഇപ്പോൾ അതേ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫീഡിങ് റൂമിൽ പോയിരിക്കുകയാണ്. കുട്ടി നല്ല കരച്ചിലുണ്ട് കേട്ടോ, നല്ല കരച്ചിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസത്തേക്ക് പനിയൊക്കെ ഉണ്ടാവും, കരച്ചിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി 2 ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് ഒന്ന് മാനേജ് ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പോൾ ഇനി അവരിറങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് പോവാണ്. ലനമോളെവിടെ? ലനമോളെ കരഞ്ഞിട്ട് സൈഡായിട്ടുണ്ട്. ഇതൊക്കെ തുറന്നുതരാം, കേൾക്കോ. ചക്കരയും കരഞ്ഞോ? ചക്കര ചക്കര നീ എന്താ കരയായിരുന്നു? ഉറങ്ങാണ് അല്ല പോവല്ലേ എന്നാലും നമുക്ക് പോവാം. അപ്പോൾ ഏതായാലും വന്ന കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്കാവും കരച്ചിലും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ചെന്നുടനെ മരുന്ന് കൊടുക്കാം. നമുക്ക് കഴിഞ്ഞ 2 വാക്സിനും പനി വന്നിട്ടില്ലല്ലോ. മരുന്ന് കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കും. ഇതിപ്പോ 2 കാലിലും പിന്നെ കയ്യിലല്ലേ എടുത്ത്? 2 കാലിലും. ഓക്കെ, ഒരു കയ്യിലും 2 കാലിലും എടുത്ത്. അതിനകത്ത് പിന്നെ പറഞ്ഞത് കേട്ടില്ലേ, 2ാമത് ലാസ്റ്റ് എടുത്തത് ഇടത്തേക്കാലിന് എടുത്തതിലാണ് വേദന ഉണ്ടാവും അല്ലേ? 3 വാക്സിൻ എടുത്തതിൽ ഇടത്തേക്കാലിനാണ് വേദന. അത് ഇടക്കിടക്ക് കാലിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാല് ഇളക്കി കൊടുക്കാൻ. അതെ, ഏതായാലും ഓള് ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിലോ ഓൾക്ക് ഉറക്കപ്പിച്ചു വന്നിട്ട് ഇങ്ങനെ കണ്ണും പിന്നെ ഉറക്കം വന്ന് തൂങ്ങിട്ടിരിക്കായിരുന്നു. ഉറക്കം വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഇതാണ്. പിന്നെ കരഞ്ഞ് നേരെ ഒഴിച്ച് വാശിയും പിടിവാശി നിർബന്ധമൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അവള് ഉറങ്ങണ നേരാണിത്. ആ നേരത്താണ് നമ്മൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്നത്. മാത്രല്ല ഉറങ്ങണ ഓൾക്ക് ഉറക്കം വാങ്ങുന്നതിന് അപ്പൊ ഉറങ്ങണം, അല്ലാതെ പിന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ആ ഉറക്കത്തിന് നമ്മള് പിന്നെ കുറച്ചു നേരം ഉറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പേരും കരച്ചില്, പാല് കുടിക്കൂല, ഒന്നിനും ഒരു ഇതും ചെയ്തിട്ടില്ല. നല്ല വാശിയാ, നിർബന്ധം ഉണ്ടാവും. എന്തോ അവിടുന്ന് സൗണ്ട് ഒക്കെ കേൾക്കും. ഇറങ്ങിയില്ലല്ലേ? നല്ല വേദന ഉണ്ട്. ഓക്കെ, എന്നാലേ നമുക്ക് പോയാലോ? നമുക്ക് പോവാല്ലേ? ഇപ്പം നല്ല മഴക്കാറുണ്ട്. നമുക്കെന്നാ വീട്ടിലോട്ട് പോവാം. ഓക്കെ, വീടെത്തിയപ്പോ എന്റെ കുട്ടി ചിരിക്കാണ്. പാവം, അതിന് വേദന ഉണ്ടോ? എവിടെ എന്റെ കാലെവിടെ? ഇത്ര നേരം അനങ്ങിക്കൊണ്ടിരിക്കായിരുന്നില്ലേ? കാലനക്കി കൊടുത്ത ചക്കരെ. ലനമോളേ, ചക്കര കൊണ്ട് ഇഞ്ചക്ഷൻ വെച്ചോ കുട്ടീനെ? ചക്കര കൊണ്ട് ഇഞ്ചക്ഷൻ വെച്ചില്ലേ? നമുക്ക് ശരിയാക്കാട്ടോ. പിന്നെ ചക്കര കാക്കൊന്ന് കൈയാട്ടിക്കോ. അല്ല കൈയാട്ടിക്കോ, എന്റെ അടുത്ത് വരുന്നുണ്ടേ കാക്ക എടുത്തോണ്ടേക്കോ. വരുന്നില്ല, ഞാൻ കൈ കിട്ടുമ്പോ തന്നെ ഇങ്ങനെ കൊണ്ട് തിരിക്കും.
ഇത് മേലെ ഷൊട്ട് അമ്മക്കുട്ടിയാണ് അമ്മക്കുട്ടി. അമ്മമോളാണ് അമ്മമോള്. ഷൊട്ടുമണിയാണ്. എന്നാ സുട്ടുമണി സുണ്ടുമണിയും കൂടെ ഇറങ്ങിയാട്ടെ, ഭക്ഷണം കഴിക്കാം നമുക്ക്. എന്റെ കുട്ടിക്ക് തണുക്കുണ്ട്. ഓക്കെ ബൈ ബൈ. ഓക്കെ ഡാമിയോ ഗർ. ഇനി ഞങ്ങൾ ഇപ്പോഴൊന്നും സൂചി വെക്കൂല. ഇപ്പോഴൊന്നും സൂചി വെക്കില്ല. ഇനി 9 മാസം. ഇനി 9ാം മാസത്തിൽ മാത്രമേ സൂചി വെക്കുള്ളൂ കേട്ടോ. ഓക്കെ എന്നാല് ഇറങ്ങിക്കോ.